Hello guys, welcome back to our channel. So this is Sanjay from the Twins channel. So ഇന്ന് 24 ചാനലിലെ തമ്മിൽ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ തമ്മിലിൻ്റെ ഒരു ഏഷ്യാനെറ്റ് എന്ന് മാറി ഇതിലോട്ട് വന്നതുകൊണ്ട് വേറെ പേരായെന്നേ ഉള്ളൂ. സോ ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു സോഷ്യൽ മീഡിയ. അങ്ങനെ എല്ലാ വീഡിയോസും ഇങ്ങനെ ചാനലിൽ വരുന്നത് ഞാൻ എടുത്ത് ഇത് ചെയ്യാറൊന്നുമില്ല. ബട്ട് ദെൻ അഗൈൻ ഇത് നമ്മളുടെ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിലും സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നതുകൊണ്ടാണ് ഞാനിത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ലെറ്റ്സ് ഹിയർ. ഇത് പല പാർട്സ് ഉണ്ട്, അതിൽ ഓരോരുത്തർ പറയുന്നതിലും നമുക്ക് ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് വിൽ സി ലൈക്ക് വാട്ട് ദീസ് പീപ്പിൾ ആർ ട്രൈങ് ടു സേ. നമുക്ക് എന്തായാലും കേട്ടോ. കണ്ട ഒരാള് അതായത് പുള്ളി സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇവിടെ വെച്ച്. അതായത് ഈ പുള്ളി എന്തോ ചെയ്യട്ടെ, ലൈക്ക് നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പുള്ളിയുടേതായ ചാനൽ ആരെയും കൊങ്ങയ്ക്ക് പിടിച്ചിട്ടൊന്നും പുള്ളി എൻ്റെ കണ്ടന്റ് വന്ന് കാണുക, നിങ്ങൾ അതാണ് ഇതാണെന്നൊന്നും പുള്ളി പറയുന്നൊന്നുമില്ല. അപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരാൾ അയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുമ്പോഴത്തേക്ക് അയാളുടെ പ്രൊഫഷനെ എടുത്ത് ഇതുപോലെ താറുമാറാക്കി കാണിക്കുമ്പോഴത്തേക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് അത് തടയിടേണ്ടത്. പക്ഷെ പുള്ളി പറയാതെ പുള്ളി അങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചാനലിൻ്റെ റീച്ച് വരണമെങ്കിൽ ഇമാതിരി പരിപാടി വേണമല്ലോ. ഈ നെഗറ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റി ഈ പുള്ളി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കറക്റ്റാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ടൈറ്റിലും നെഗറ്റീവായിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു അൽഗോരിതം നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്യും. നമ്മൾ പോസിറ്റീവ് കണ്ടന്റ്സ് ഇടുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കണ്ടന്റ്സും ഈ തല്ലും അടിയും വഴക്കൊക്കെയാണ് ആൾക്കാർക്ക് കാണാനും താല്പര്യം. അതൊക്കെയാണ് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ലൈക്ക് സോഷ്യൽ മീഡിയ ചാനൽസ് അല്ല പ്ലാറ്റ്ഫോംസ്. വളർന്നു വന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിനെ മറ്റുള്ളവർ വേണം. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോലും പുള്ളി സമ്മതിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങേർക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഹൈപ്പർ എനർജിയാണ്. ഇയാളെ കൺട്രോൾ ചെയ്യാൻ തന്നെ 5 പേരെ കൊണ്ടുവരണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അടർത്ത് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതെന്ത് പരിപാടി. ഇതിനകത്ത് ഒരുപാട് പേര് എന്താണ് ഈ റിയാക്ട് ചെയ്യുന്നതിന് ഭയങ്കര ഇതായിട്ട് ഈസി ആയിട്ട് മറ്റേതുണ്ടാക്കാൻ പറ്റിയ പരിപാടി എന്താണെന്നറിയാം. നമ്മൾ മേളിലെടുത്തിട്ട് ഒരു താഴെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നതാണ് എന്ന് വിളമ്പുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഓരോരുത്തരുടെ ദാറ്റ് ഈസ് കോൾഡ് കണ്ടന്റ് മേക്കിംഗ്. ലൈക്ക് നമ്മൾ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, മനസ്സിലായി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആരും വന്ന് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന മാത്രമാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള അവർ ചെയ്യട്ടെ, അതാ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ അതിനിങ്ങനെ താറടിച്ച് കാണുന്ന എന്തിനാണ്? ഇപ്പോൾ പുള്ളി പറയുന്ന പോലെ എനിക്ക് അത് ചെയ്യണ്ട. ന്യൂസുകാരും അതല്ലേ ചെയ്യുന്നത്. എവിടെയോ നടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്കും അവിടെ ചെന്ന് ഇവർ കവർ ചെയ്ത് അവർ നമ്മളുടെ ഇടയിൽ കാണിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ കിട്ടുന്നത്. ഏതൊക്കെയോ ഇവൻറ്റ്സ് നടക്കുന്നു, അവരവിടെ ചെന്ന് കവർ ചെയ്ത് അത് കൊണ്ടുവന്ന് നമ്മളടുത്ത് കാണിച്ചു തരുമ്പോഴാണ് അവർക്ക് കാശ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം അവർ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പം ഈ പോയി കവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളത് എടുത്തു പറയാം. അങ്ങനെ ആൾക്കാരുണ്ട്. ഇനി ഇതിന് വേറൊരു ഫോർമാറ്റ് വരുമായിരിക്കും. ഇതിനൊക്കെ ഓരോ കാലഘട്ടവും അതിൻ്റെതായ ഒരു ഫോർമാറ്റിലുമാണ് ഈ സോഷ്യൽ മീഡിയ റൺ ചെയ്ത് പോകുന്നത്. സോ ഓരോരോ ടൈമിലും ഓരോരോ ട്രെൻഡായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഇഫ് ദിസ് ഇസ് എ വേ ലൈക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടന്റ് ക്രിയേഷനിൽ ഇറങ്ങി നിൽക്കുന്നവർക്കറിയാം കണ്ടന്റ് ഉണ്ടാക്കുന്ന തന്നെ നിസ്സാര കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അപ്പം അതിനിടയിൽ ഇപ്പം നമുക്ക് പുള്ളിയെ കേൾക്കാനും ആൾക്കാരുണ്ട്. പുള്ളി ഇപ്പം ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. അപ്പോൾ പുള്ളി പറയുന്ന പുള്ളിയുടെ ഭാഗവും കേൾക്കാൻ അവിടെ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ കേൾക്കാനും അവിടെ ആളിരിപ്പുണ്ട്. അയാൾ വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഇപ്പം പുള്ളി ഒരു വണ്ടിക്കകത്തിരുന്ന് ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഇത്രയും കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐ എം ടെല്ലിങ് യു, നീയൊക്കെ അത് കണ്ട് പഠിക്കാൻ നോക്ക്. അല്ലാതെ ആ പുള്ളിയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പുള്ളിക്ക് ഒരു നഷ്ടവുമില്ല. ഇവിടെ ഇരുന്ന് നിങ്ങളിരുന്ന് ഈ ബ്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മനസ്സിലായോ? ഇഫ് യൂട്യൂബ് ഇസ് ഗിവിങ് ദം മണി, യൂട്യൂബ് നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാശ് തരില്ല എന്ന് യൂട്യൂബ് അടുത്തും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ പുള്ളി സ്മാർട്ടായിട്ട് കാശ് ഉണ്ടാക്കുന്നു. അതിന് നിങ്ങൾക്ക് അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന കണ്ണ് കടിയെന്നാണ്,
മനസ്സിലായി. ഇപ്പൊ പുള്ളി ഇത്രയും എഫർട്ട് ഇട്ടിട്ടാണ് കാശ് കിട്ടുന്നത്. ഈ പുള്ളി നിസ്സാരമായിട്ട് വണ്ടിക്കകത്തിരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, അത് പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് പുള്ളി കാശുണ്ടാക്കുന്നു. യൂട്യൂബ് ഇപ്പം ഓക്കെ നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഇനി അത് ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ പുള്ളി അതിന് കാശ് കൊടുക്കുന്നില്ല, പുള്ളിക്ക് അതിൽ ബെനിഫിറ്റ് ഇല്ല എന്നു കഴിഞ്ഞാൽ പുള്ളി അത് ചെയ്യത്തില്ല. പക്ഷെ യൂട്യൂബ് അത് പറയുന്നില്ല. യൂട്യൂബ് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ എ കണ്ടന്റ്. അപ്പൊ യൂട്യൂബിന് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം? മനസ്സിലായോ? അപ്പൊ അത് ഈ പറയുന്ന ഒരുപാട് പേര് മറ്റേ നിസ്സാരമായിട്ട് പുച്ഛിച്ചൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇറ്റ്സ് ഈ രണ്ട് തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഹാർഡ് വർക്ക്, ഒന്ന് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കണ്ണുകടി ഉണ്ടാവും. മനസ്സിലായോ? അത് ചില നമ്മളെ ഇടയിലാണെങ്കിൽ ഓഫീസിലാണെങ്കിലും അല്ലാതെ നമ്മളുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും കണ്ടാലറിയാം. ചിലർ ഭയങ്കരമായിട്ട് ചത്ത് കിടന്ന് ചില കാര്യങ്ങൾ, ചിലർ നിസ്സാരമായിട്ട് അവരുടേതായ രീതിയിൽ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പോകും. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ അതൊരു കണ്ണുകടിയായിട്ട് തന്നെ നമുക്ക് കൂട്ടിയാൽ മതി. അല്ലാതെ അത് ഇല്ലീഗലോ അല്ലെങ്കിൽ അത് എന്താണ് മറ്റേ മോറലി റൈറ്റ് ഓർ റോങ് എന്നൊന്നുമല്ല. അതെല്ലാം നമ്മളൊരു കോ എക്സിസ്റ്റിംഗ് നമ്മളെല്ലാം ഒരു എന്താണ് എല്ലാവരും പരസ്പരം സഹകരിച്ച് പോകുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പോകുന്നത്. സോഷ്യൽ മീഡിയയും ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് മറ്റൊരാളോട് പറഞ്ഞൊരു ഇപ്പോൾ സായി എന്ന് പറയുന്ന ഈ പുള്ളി സീക്രട്ട് എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി എന്തെങ്കിലും കാര്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് പുള്ളിയുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അതിന് റിയാക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അത് യൂട്യൂബ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കും പേഴ്സണലി നമുക്ക് എല്ലാം പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ ശരിയായിരിക്കും, തെറ്റായിരിക്കും. നമുക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇപ്പം നിങ്ങൾക്ക് നാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നോബഡി ഈസ് റെസ്ട്രിക്റ്റിംഗ് യു. പുള്ളിക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ആ ഒരു അവകാശമൊന്നുമല്ല അത്. അപ്പം അത് പോട്ടെ, ബാക്കിയൂടെ കേൾക്കട്ടെ. സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. മൂന്നാംകിട ചാനൽ എന്നുവെച്ചാൽ വിവരമില്ലായ്മയുടെ ഒരു കൊടുമുടിയാണ് ഇതൊക്കെ. അത് മാത്രമല്ല, ഒരാളെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്നിരുന്നിട്ട് അയാൾ ചെയ്യുന്ന കാര്യത്തിന് ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് അതെല്ലാം. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്താ, ഇയാൾ ഭയങ്കര സാത്വികനാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു 24/7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ഇതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങേര് വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ, മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ അത് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ ചെയ്യുന്ന മാത്രം ശരി. മനസ്സിലായി? നമ്മൾ ചെയ്യുന്നത് മാത്രം എല്ലാവരും കുറെ ആൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ബിക്കോസ് യു ഗൈസ് ആർ ടാലന്റഡ് ഇനഫ് ടു ഡു സർട്ടൻ തിങ്സ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ടാലന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്കിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വെച്ച് അത് ചെയ്യേ. ഇപ്പം റിയാക്ഷനായിട്ട് നമ്മളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പം അതിന് കുത്തിക്കഴപ്പെന്ന് പറയും. മനസ്സിലായെന്ന് വെച്ചാൽ ഈ കണ്ണുകടി, കുത്തിക്കഴപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. കണ്ടന്റ് എടുക്കരുത് എന്നുള്ള നിയമമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പീനലൈസ് ചെയ്യാൻ ആരാണോ ഓണർ അയാൾക്ക് സാധിക്കും. അങ്ങനെ പീനലൈസ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയും സ്വന്തം കണ്ടന്റുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെന്ന് വേറൊരാൾ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം നമ്മളെ പോലുള്ളവർ ഈ കണ്ടന്റ് എടുക്കുമ്പോൾ അവരൊന്നും പറയാത്തത്. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് പിന്നെ എല്ലാവരും ഞാൻ എന്റെ ചാനൽ തീർച്ചയായിട്ടും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിമർശങ്ങൾക്ക് അതീതമായിട്ട് ഇവിടെ ആരുമില്ല. എല്ലാവരും ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഇത് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതുകൊണ്ട് അവർക്ക് പബ്ലിസിറ്റി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആരെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. കാരണം അയാളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. റെസ്പെക്ട്ഫുള്ളി ആണെന്നുള്ളത് പുള്ളിയൊക്കെ അത്യാവശ്യം റെസ്പെക്ട്ഫുള്ളി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. സോ അപ്പോൾ പുള്ളിയുടെ പെർസ്പെക്റ്റീവ് കേൾക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട് ചില കാര്യങ്ങളിൽ. എല്ലാം നമുക്ക് ഇപ്പം ന്യൂസ് പറയുന്നതും എല്ലാം നമുക്ക് ഇല്ലെങ്കിൽ മീഡിയ കാണിക്കുന്നതും എല്ലാം നമുക്ക് കണ്ണുടച്ചുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ മറ്റുള്ള രീതിയിൽ പെർസ്പെക്റ്റീവിലും കാര്യങ്ങളിലും നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് വിമർശനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അത് ഏത് സമൂഹത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും. ഓക്കെ, ഇന്നേ വരെ എനിക്ക് അതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇത് ഇല്ലാത്തവർ ചെയ്യുന്നത് എല്ലാവരുടെ തലയിൽ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പോകുന്നു, അഭിപ്രായം പറയുന്നു, പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാംകിട ചാനലാണ് മറ്റാന്ന് നമ്മൾ പറയാൻ നിൽക്കാറില്ല.
ഇത് സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന Correct, ഈ കൾച്ചർ correct. ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, സന്തോഷ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്വയം ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നു. സന്തോഷിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് ഇതൊക്കെ ആരടാ ഇതൊക്കെ? ഒരു സെൻസ് ഉണ്ട്. സായിയെ പോലെയല്ല മറ്റ് സായെ പോലെ നിന്റെ ചാനലിനെ പോലെ മൂന്നാംകട ചാനൽ. അതായത് സെക്കൻഡ് പാർട്ടിയുടെയോ തേർഡ് പാർട്ടിയുടെയോ കണ്ടന്റ് അതെങ്ങനെ മൂന്നാംകടയാവും? അതെങ്ങനെ മൂന്നാംകട? പിന്നല്ലാതെ ലോകത്തെവിടെയായാലും മറ്റൊരാളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ രീതിയിലാണെന്ന് പറയാൻ പറ്റുന്നത്? അങ്ങനെ ഇപ്പം മറ്റൊരാളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഡാൻസ് വീഡിയോ അല്ല കോളേജിലോ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു ഡാൻസ് വീഡിയോ ചെയ്യുന്നു. ഇത് വേറൊരാൾ വന്ന് നിന്നിട്ട് അത് മൊബൈലിൽ പകർത്തിയെടുത്ത് യൂട്യൂബിലിടുന്നു. അപ്പോൾ അതെങ്ങനെ തേർഡ് പാർട്ടി കണ്ടന്റ്? അയാൾ അങ്ങനെ ചെയ്യുന്ന എത്രയോ അധികം കാര്യങ്ങളോ എന്ന് വെച്ചാൽ ഇവന്റ് എല്ലാം നമ്മൾ നടത്തിയ ഇവന്റ് മാത്രമേ നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുള്ളൂ. അതിനാ പരിപാടിയാ അത്? അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ വിളമ്പിയിട്ടാണ് ഇങ്ങനെയുള്ള, പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് കുറേ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പാർട്ട് 2 കാണാം. ഓക്കെ, ബൈ.